അപ്പോൾ ഗൈസ് ഞാൻ ഓറഞ്ച് ലാമ്പ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള 4 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിനകത്ത് ഒഴിക്കാനുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്, ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഉപയോഗിക്കാതെ കിടക്കുന്ന ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഒരു കട്ട് ചെയ്യാനായിട്ടൊരു കത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റ് മിഡിലായിട്ട് ഇതിൻ്റെ സ്കിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് ലാമ്പിലുള്ള കംപ്ലീറ്റ് ഓറഞ്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്തുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് കളയരുത്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇത് കത്തിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ തിരിയായിട്ട് വരുന്ന പോർഷൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെറ്റ് ഉണ്ടാവും. നമ്മൾ ആ പോർഷൻ ഓറഞ്ചെല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന വെറ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ കത്തിപ്പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ കത്തിപ്പിടിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഓറഞ്ചിൻ്റെ മൂൾവശം ഉണ്ടല്ലോ, ഈ മൂൾവശവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ പോർഷനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിലാണ്. ഇതിനകത്ത് വിളക്കെണ്ണ എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കാണുന്ന ഈ ഇതിന് മേലെ കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് ശരിക്ക് ഓയിൽ ടച്ച് ആവണം. ഓയിൽ എത്രയുണ്ടോ അത്രയും കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഓറഞ്ചിൻ്റെ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഓയിലെല്ലാം അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് ആ കാണുന്ന ഒരു നമ്മളെ തിരി എന്ന് പറഞ്ഞില്ലേ, ആ പോർഷൻ നമ്മൾ ഈ ഓയിലേക്ക് ഒന്ന് താത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലൊന്ന് കുടിക്കണം, എന്നാലേ അത് കത്തി പിടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ലാമ്പ് കത്തിച്ച് പിടിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം ഓയിലിനകത്തോട്ട് മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കും. പിന്നെ ഞാൻ ചെറിയൊരളവിൽ എടുത്തിട്ടുള്ളൂ ഓയിൽ. ഈ ഒരു ലെവൽ വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഈ കാണുന്ന ലെവൽ. കത്തിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കൈ പൊള്ളരുത്. ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ ഓറഞ്ച് ലാമ്പും നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും കത്താനായിട്ട്, പക്ഷേ വൺസ് അത് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം കത്തിയിരിക്കും. ഞാൻ പിന്നെ ഇതിൻ്റെ ഈ മുകളിലുള്ള പോർഷൻ അത് ഞാനത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓറഞ്ച് ലാമ്പ് എല്ലാം നല്ല സൂപ്പറായിട്ട് കത്തുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ഭംഗി. ശരിക്കും ഇത് കറക്റ്റ് അറിയണമെങ്കിൽ ഇപ്പോൾ നോക്കി അറിയാം. മനസ്സിലാവുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഈ ലൈറ്റ് കൂടി കെടുത്തി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് സെക്കൻഡ്.
വീഡിയോയിലാകുമ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വല്ല സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സർപ്രൈസോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിലിന് പകരം നമുക്ക് ഇതായിട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.